الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ബഹുമാന്യരായ മൗലാന എം.എ. ഉസ്താദ് അവറുകൾ അവതരിപ്പിക്കേണ്ട ഒരു വിഷയം മഹാനവറുകൾ വളരെ വിശദമായി തന്നെ ഒരു പ്രബന്ധമായി എഴുതി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം നമുക്ക് പൂർണ്ണമായി വായിക്കാൻ മാത്രം സാഹചര്യം കൂടുതൽ നീട്ടാൻ പറ്റാത്തതായതിനാൽ അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ചെറിയ പ്രഭാഷണ രീതിയിൽ വിഷയം ഒപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യാവലികളുടെ മറുപടികൾ പെട്ടെന്ന് പൂരിപ്പിച്ച് വളണ്ടിയർമാർ വരുമ്പോൾ തിരിച്ചു നൽകണം എന്ന് സംഘാടകർ പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഞാൻ ബർക്കത്തിനു വേണ്ടി ഉസ്താദ് അവറുകളുടെ ആമുഖം വായിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം വമന്ന അലൈനാ ബിർസാലി ഖൈറിൽ അനാം ഹാദിയൻ വദാഇയൻ ഇലാ ത്വരീഖിൽ മുസ്തഖീം സയ്യിദിനാ വശഫീഉനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ കിറാം വതാബിഈൻ വതാബിഹിം ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. കേരള പണ്ഡിത ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ ചാർത്താൻ ഉപകരിക്കുന്ന ഈ പണ്ഡിത സംഗമത്തിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് പങ്കെടുക്കാനുള്ള ആരോഗ്യ ശാരീരിക കഴിവുകളിൽ പരിതപിക്കുകയും എല്ലാവരുടെയും ഉള്ളറിഞ്ഞ പ്രാർത്ഥന കാക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുറിപ്പ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. കേരള മുസ്ലിം ചരിത്രം അയവിറക്കുന്നവർക്ക് അനുസ്മരണീയമായ ചില വസ്തുതകൾ പഠനാർഹവും ചിന്താർഹവുമത്രേ. ഒന്നാമതായി, ഇസ്ലാമിക ചരിത്രത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ അഭംഗുരം നടന്നുവരുന്ന പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏക സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കേരളത്തെപ്പോലെ മറ്റൊരു പ്രദേശം ചരിത്രത്തിൽ ക്ഷിപ്രസാധ്യമല്ല. ഇസ്ലാമിൻ്റെ നാമത്തിൽ ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം വന്ന ഭരണാധികാരികൾ ഭരിച്ച പ്രദേശങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ചരിത്ര വസ്തുത എത്രയത്. ഉമവി ഖലീഫമാർ ആസ്ഥാനമാക്കിയിരുന്ന സിറിയയും സ്പെയിനും നമുക്ക് അനുസ്മരണീയം. കുരിശുകാരുടെ കയ്യേറ്റം കണ്ടറിയാത്ത ഭരണാധികാരികൾ ഭിന്നിച്ചും സ്വാർത്ഥ താൽപര്യത്തിന് മാത്രവുമായി നിലകൊണ്ടതിൻ്റെ തിക്തഫലം ഇന്ന് സ്പെയിൻ ചരിത്രാവിശിഷ്ടമായി. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയെന്ന് അല്ലാമ ഇബ്നു വർദിയെപ്പോലും രേഖപ്പെടുത്തിയ ഖുർത്തുബ ജമാഅത്ത് പള്ളിയിൽ 1932 മർഹൂം ഇഖ്ബാൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടെങ്കിലും സുജൂദ് ചെയ്ത ചരിത്രം നാം വായിച്ചതാണ്. അന്നും അത് ചർച്ചയായിരുന്നു എന്നത് സ്മരണീയം. എന്നാൽ സമീപ വർഷത്തിൽ ഇന്ത്യയിൽ ജനിച്ച SM ഗളൻഫർ അബദ്ധവശാൽ തനി ചർച്ചയായ ക്രിസ്തീയ ദേവാലയമായി തീർന്ന അതേ പള്ളിയിൽ സുജൂദ് ചെയ്തു പോയപ്പോൾ വലിച്ചു തള്ളി പുറത്താക്കിയ ചരിത്രവും നാം പത്രവാർത്തയായി കേട്ടുകഴിഞ്ഞുവല്ലോ. നമ്മുടെ പരമ്പര കേരളത്തിലെ ഇസ്ലാമിക ആവിർഭാവത്തെക്കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അനിഷേധ്യമായ തെളിവുകൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാമിക ആവിർഭാവം നടന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേരള പെരുമാളന്മാരുടെ ആസ്ഥാനമായിരുന്ന മാടായിപ്പള്ളിയുടെ കട്ടിലപ്പടിയിൽ സനത്ത് ഹംസിൻ എന്ന് ലിഖിതം ചെയ്തിട്ടുള്ളതും തലങ്കരയിലെ മാലിക് ദീനാർ പള്ളിയടക്കം പ്രഥമ പള്ളികളിൽ സനത്ത് ഇസ്നാവൈസ് എന്ന് എഴുതി കാണുന്നതും പന്തലായിനി മക്ബറയടക്കം മക്ബറിലെ ചില മീസാനുകൾ 2 അക്കം കൊത്തിവെച്ചുകൊണ്ടതും അറക്കൽ സ്വരൂപത്തിൽ സൂക്ഷിക്കുന്ന ചില അപൂർവ രേഖകളും വിളിച്ചുവന്ന് 1-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രമാണ്. ജുമാ ഖുത്ബയുടെ ഭാഷയെക്കുറിച്ച് മർഹൂം ശംസുലുലമ ഖുത്ബി മുഹമ്മദ് ഹുസ്നാൻ നവറുല്ലാഹു മർഖദഹു ക്ലാസ് എടുത്തപ്പോൾ മാടായിപ്പള്ളിയുടെ ലിഖിതം ഫോട്ടോ കാണിച്ച് ഉദ്ധരിച്ചത് ഇസ്ലാമിക പാരമ്പര്യ തെളിവാണിതെന്ന് ശ്രവണപഥത്തിൽ ഇന്നും അലതല്ലുന്നുണ്ട്. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം ഇവിടെ വന്നിരുന്നു എന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഉസ്താദ് അവറുകൾ വിശദമായി എഴുതുന്നുണ്ട്. നമുക്കറിയാം, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഹ്ദ മലിക്കുൽ ഹിന്ദി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ചബീലുൻ എന്ന ഹദീസിൽ فقطعها قطعة ثم أعطاني منها قطعة
എന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇഞ്ചി ഹദിയയായി ഇന്ത്യയിലെ രാജാവ് എത്തിച്ചു കൊടുത്തു എന്ന് ഹദീസിൽ നാം ഓതിയിട്ടുണ്ട്. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം വന്ന നമ്മുടെ കേരളത്തിൽ പിന്നീട് അനൈക്യം പൊട്ടിപ്പുറപ്പെടാൻ കാരണമാകുന്ന വിധത്തിൽ 1921കളിൽ മുബത്തദികളുടെ ശ്രമങ്ങൾ ആരംഭിക്കുകയും ആ ശ്രമങ്ങളെ പൂർണ്ണമായി നേരിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നേരത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സൈനുദ്ദീൻ മഖ്ദൂം അവറുകൾ അതിൽ ഒന്നാമനും രണ്ടാമനും ഫതുഹുൽ മുഈനും ഇർഷാദുമൊക്കെ രചിച്ച രണ്ടാമനും മുസ്ലിത്തുല്ലാബ് രചിച്ച ഒന്നാമനും അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും അങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാരും ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ മമ്പ്രം തങ്ങളെ പോലെയുള്ള ഒരുപാട് മഹത്തുക്കളും ജീവിച്ച് ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രങ്ങളെല്ലാം ഉസ്താദ് അവറുകൾ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു, അങ്ങനെ ഭിന്നതകൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ഐക്യസംഘം എന്ന പേരിൽ അനൈക്യമില്ലാത്ത കേരളത്തിൽ ഒരു സംഘം, ഒരു വിഭാഗം ആളുകൾ രൂപീകരിക്കുകയും അവർ പലിശ വരെ ഹലാലാക്കുകയും ആ പലിശ ഹലാലാക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥം തന്നെ രചിക്കുകയും ചെയ്ത ചുറ്റുപാടുകൾ ഉണ്ടായപ്പോൾ ആ അനൈക്യത്തിൻ്റെയും ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമായി നമ്മുടെ ഇന്ത്യ രാജ്യത്തെ, വിശിഷ്യ കേരളത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർഖദഹു മഹാനവറുകളും പാങ്ങിൽ എ.പി. അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു അങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി രൂപം കൊടുത്ത സംഘടനയാണ് കേരള ജമിയത്തുൽ ഉലമ. ആ കേരള ജമിയത്തുൽ ഉലമ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും പുറമെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മഹാന്മാരുടെ ഇബാറത്തുകളും ഇപ്പോൾ പ്രസംഗകരുടെ CD കേസറ്റുകളും വരെ അപഹരിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന കക്ഷികൾ സംഘടന അതേ പേരിൽ മറ്റൊരു സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് സംഘടന അപഹരിച്ചെടുത്തപ്പോൾ അവരെയും കൂടി പ്രതിരോധിക്കുന്ന വിധത്തിൽ കേരള ജമിയത്തുൽ എന്ന പേരിന്റെ കൂടെ സമസ്ത എന്ന പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് മഹാനായ എ.പി. അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു പ്രഖ്യാപിക്കുകയും 1925 അതിന്റെ പൂർത്തീകരണം നടത്തുകയും പിന്നീട് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഭരണ ABCD എന്നിങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ തന്നെ ഖണ്ഡികകൾ ചേർത്ത് രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ എതിരായിരുന്നു എന്ന പ്രചരണം തെറ്റാണ് എന്നതിന് സമസ്തയുടെ ഭരണഘടന തന്നെ തെളിവാണ് എന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടനയിൽ ആദ്യമായി തന്നെ കൊടുക്കുന്ന വാചകം നമുക്ക് വളരെയേറെ ശ്രദ്ധേയമായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം തന്നെ പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസൃതം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ്. 3, മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികപരമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. 4, മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതമല്ലാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക എന്നതാണ്. 5, മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായമധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനുമായി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനപരമായും ശർഈ നിയമത്തിനും അധീനമായും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ സഭയുടെ ഉദ്ദേശം എന്നാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വാസ്തവത്തിൽ ഉൾപ്പെടാത്ത ഒരു നവോത്ഥാന പ്രവർത്തനങ്ങളും ഇല്ല എന്നതാണ് ശരി. ഭൗതിക വിദ്യാഭ്യാസവും അനൈക്യത്തിനെതിരെ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടവും അങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉള്ള സർവ്വ പ്രവർത്തനങ്ങളെയും സമസ്തയുടെ ഭരണഘടന ഉൾക്കൊള്ളുന്നുണ്ട്. അതും
തീവ്രവാദങ്ങളോ ഭീകരവാദങ്ങളോ കടന്നു വരാതെ സമാധാനപരമായും നിയമപരമായും ആയിരിക്കണമെന്ന് അന്ന് തന്നെ പണ്ഡിതന്മാർ ദീർഘദൃഷ്ടിയോടുകൂടി ഇതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ എം എ ഉസ്താദ് അവറുകൾ ഇതിന് ശേഷം പറയുന്ന ഒരു വിഷയം, ഇടയിലൊരു കാര്യം പണ്ഡിത ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പ്രസ്തുത 5 ഖണ്ഡികകളും പ്രയോഗവൽക്കരിച്ച് നടപ്പിലാക്കുന്നത് താജുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ സംഘടിച്ച മുശാവറയും അവരെ പിന്തുടർന്ന അണികളും മാത്രമാണെന്നത് അവിസ്മരണീയമത്രേ. 1-ാം ഖണ്ഡിക വായിക്കുന്നവർക്ക് വിധേയത്വമില്ലാതെ പ്രസ്തുത ആദർശത്തിനായി പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് ഇന്നാരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. പിന്നീട് മഹാനവർകൾ എഴുതുന്നത്, ഇബ്നു അബ്ദുൽ വഹാബിനെ പ്രശംസിച്ചവരെ നേതൃരംഗത്ത് അവരോധിക്കാനും അഥവാ സമസ്തയുടെ പേരിലുള്ള ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കാനും എന്ന് മാന. അവിഭക്ത മുശാവറയിൽ തീരുമാനിച്ച ധാരാളം കാര്യങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും ചെയ്തവർക്ക് എങ്ങനെയാണ് അത് അവകാശപ്പെടാൻ സാധിക്കുകയെന്ന് നോക്കുക. 2ഉം 3ഉം ഖണ്ഡികയും പ്രസ്തുത വിഷയം അരക്കിട്ടുറപ്പിക്കുകയാണല്ലോ. അവക്കായി സധൈര്യം നിർഭയം പ്രവർത്തിക്കുന്നതും താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള അണികളല്ലാതെ മറ്റാരാണ് എന്ന് എം എ ഉസ്താദ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തന രംഗത്ത് നടത്തിയ വിഷയങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ കുറേ ദിവസങ്ങൾ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അല്ല. അതാത് കാലഘട്ടങ്ങളിൽ നിയമപരമായി മുസ്ലിങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങൾ നേടിയെടുക്കുന്നതിനും മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ കാലം മുതൽ തുടർന്നു വരുന്ന ഇസ്ലാമിക പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്വഭാവം നിലനിർത്തി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ വലിയ വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നത്. 18 സമ്മേളനങ്ങൾ മുമ്പ് കാലത്ത് നടന്നത് പ്രത്യേകം പല ഉദ്ദേശങ്ങളും അതിൽ അന്തർലീനമായി കിടന്നിരുന്നു. സമസ്തയുടെ ആദർശ ലക്ഷ്യത്തിനെതിരെ പ്രവർത്തിച്ച കക്ഷികൾ ഉണ്ടാക്കിയ ഫിത്നകൾ, ഉദാഹരണത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനമായ കർമ്മമായ ജുമഅയുടെ ഖുതുബ, അതിന്റെ ഭാഷമാറ്റം വരുത്താൻ വേണ്ടി ചിലർ കാസർഗോഡ് യോഗം ചേർന്ന് തീരുമാനം എടുത്തപ്പോൾ അത് പാടില്ലെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനും പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്താനും വേണ്ടി തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ പ്രത്യേകം ക്ലാസ് എടുത്തുകൊണ്ട് സമ്മേളനം സംഘടിപ്പിച്ച് അതിനെ പ്രതിരോധിച്ചത് സമസ്തയുടെ മിനിസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. ശേഷം AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പിന്നീട് ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ സിഹാഹു ഷെയ്ഖൈനി എന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിച്ച ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സൂഫിവര്യനും മഹാപണ്ഡിതനും ഗ്രന്ഥകർത്താവും സർവ്വമേഖലകളിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ശേഷം അല്പകാലം ബഹുമാനപ്പെട്ട മൗലാന സദഖത്ത് മുസ്ലിയാർ അവറുകളും, ശേഷം കണ്യത്ത് ഉസ്താദ് അവറുകളും, ശേഷം താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുമാണ് സമസ്തക്ക് നേതൃത്വം കൊടുത്തവർ. ഇപ്പോഴും ആ നിലക്ക് തന്നെയാണ് സമസ്ത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1951 വടകരയിൽ സമസ്തയുടെ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. നാം ജനിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന് പറയേണ്ടതില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ പിതാവ് പണ്ഡിതനല്ലെങ്കിലും ആ സമ്മേളനത്തിൽ പോയി പങ്കെടുത്തതായി ഞാൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് കറൻസി നോട്ടുകൾ സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നൊരു വാദം ഉന്നയിക്കപ്പെട്ടപ്പോൾ അന്നത്തെ ആ മഹത്തായ സമ്മേളനത്തിൽ അങ്ങനെ പറയുന്ന ഏതോ ഒരു മുസ്ലിയാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ആശയക്കാരോ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് പരസ്യമായി അവിടെ വെച്ച് വിളിക്കുകയും ആരും വരാതിരിക്കുകയും ചെയ്തതായി എൻ്റെ ബാപ്പ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സാഹചര്യത്തിലും ആവശ്യമായ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയായിരുന്നു ഓരോ സമ്മേളനങ്ങളും നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ പുറമെ ആ വടകരയിൽ നടന്ന സമ്മേളനത്തിൽ മുഫ്തി ഹബീബുള്ള മദ്രാസി, ഖലീലുർ റഹ്മാൻ ബീഹാരി, മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ സാലിയാത്തി റഹിമഹുല്ല, അബ്ദുൽ ബാരി മുസ്ലിയാർ റഹിമഹുമുല്ല, അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നത് MA ഉസ്താദ് ഓർമ്മിക്കുന്നുണ്ട്. ആ യോഗത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് ഭൗതിക പഠനം നടത്തുമ്പോൾ തന്നെ ഇസ്ലാമിക പഠനരംഗത്ത് ഒരു പാഠ്യപദ്ധതി അനുസരിച്ച് നമുക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന
ചർച്ച ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട മൗലാന MA ഉസ്താദ് അവറുകൾ അക്കാലഘട്ടത്തിൽ അൽബയാൻ മാസികയിൽ തുടർ ലേഖനം എഴുതുകയും അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ അന്ന് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ആ സബ് കമ്മിറ്റി ആണ് പിന്നീട് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി തങ്ങളുടെ വീട്ടിനടുത്തുള്ള ദർസ് ഹാളിൽ യോഗം ചേർന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ശരിയായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ വിദ്യാഭ്യാസ ബോർഡ് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കും നേതാക്കൾക്കും കൂറുള്ളതും രണ്ടാമത്തേത് നമ്മുടേത് സ്വന്തവുമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടും കൂടി ഏകദേശം 25,000-ഓളം മദ്രസകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് സമസ്തയുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ്. മറ്റൊരു കാര്യം, അതിന്റെ ശേഷം അതിനോട് ചുവട് പിടിച്ചുകൊണ്ട് 1971 ജാമിഅ സഅദിയയും 1978 മർക്കസു സഖാഫത്തി സുന്നിയും പിന്നീട് ആ മാതാപിതാക്കളുടെ സന്താനങ്ങളായി ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത സ്ഥാപനങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനവുമായി ഉണ്ടായതെല്ലാം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണെന്നും അത് മുഴുവനും സമസ്തയോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. 1954 താനൂരിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ യുവസമൂഹത്തെ വളരെ നല്ല പന്ഥാവിൽ നയിക്കേണ്ടതും അധാർമികതകളൊന്നും വരാതെ അവരെ സംസ്കരിക്കേണ്ടതും അവർ പണ്ഡിതന്മാർ കൊടുക്കുന്ന അജണ്ടയനുസരിച്ച് പ്രവർത്തനം നടത്തി സമൂഹത്തെ സമുദ്ധരിക്കാനും നല്ല ഒരു പ്രവർത്തന മേഖല ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു യുവസമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ചിന്തിക്കുകയുണ്ടായി. ആ ചിന്തിച്ച ചർച്ച 1954 താനൂരിൽ നടന്ന സമ്മേളനത്തിൽ നടന്നതിന് ശേഷം കോഴിക്കോട് ജിഫ്രി ഹൗസിനടുക്കൽ ബഹുമാനപ്പെട്ട ഫളിൽ ജിഫ്രി തങ്ങളടക്കമുള്ള നമ്മുടെ നേതാക്കളുടെ ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആ ജിഫ്രി ഹൗസിനടുത്തുള്ള മദ്രസയിൽ കുറ്റിച്ചിറയിൽ യോഗം ചേർന്ന് അവിടെ വെച്ച് ആദ്യമായി SYS സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിക്കുകയുണ്ടായി. സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പേര്, അതിന്റെ ചുരുക്കപ്പേര് SYS. അതാണ് യഥാർത്ഥ സമസ്തയുടെ SYS എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിന്നും നമ്മുടെ പണ്ഡിതന്മാരുടെ കീഴിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കക്കാട് വെച്ച് നടന്ന 20ാം സമ്മേളനത്തിലാണ് SYSന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. SYSന്റെ കീഴിലാണ് മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം പിന്നീട് നടന്നു വന്നിട്ടുള്ളത്. പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ, KB മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, MM ബഷീർ മുസ്ലിയാർ, പാണക്കാട് PMSA കോയത്തങ്ങൾ, ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മഹാന്മാർ അതിന്റെ നേതൃരംഗത്ത് ഇരുന്നിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അവറുകളുടെ ശേഷം ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവറുകളും അതിന്റെ നേതൃസ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളാണ് അതിന്റെ നേതൃരംഗത്ത് ഉള്ളതെന്ന് നമുക്ക് അറിയാം. അതിനിടയിൽ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ EK ഹസൻ മുസ്ലിയാരെ പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അവറുകളെ സമസ്ത കേരള സുന്നി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിക്കുകയും നിർബന്ധിക്കുകയും ആ സ്ഥാനം നൽകുകയും ചെയ്തത് മഹാനും ആരിഫും വലിയുമായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവറുകളായിരുന്നു. അതിന്റെ ബറക്കത്തും ഉസ്താദ് അവറുകളുടെ പ്രവർത്തന രംഗത്ത് ഈ സംഘടനയിൽ കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, അതിനുശേഷം ബഹുമാനപ്പെട്ട KP ഹംസ മുസ്ലിയാർ അവറുകളും SYSന്റെ നേതൃരംഗത്ത് ഇന്നും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ചെയ്യുന്നതിന്റെ പുറമെ നേരത്തെ നേതൃരംഗത്ത് ഇരുന്നിട്ടുണ്ട്. ഉസ്താദ് അവറുകൾക്ക് ശേഷം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളും അതുപോലെ C മുഹമ്മദ് ഫൈസിയും ഈ നമ്മുടെ SYSന്റെ നേതൃരംഗത്തിറങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുള്ള വിഷയമാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവറുകളും ശേഷം ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളും പിന്നീട് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുമാണ് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പിൽക്കാലത്ത് ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അത് നേരത്തെ സ്ഥാപിക്കപ്പെട്ട ബോർഡ് തകർക്കാതെയും അതേസമയത്ത്
ആ ബോർഡിൽ നിന്ന് ഒരു സഹകരണവും ലഭിക്കാതെ അതിൻ്റെ പുസ്തകങ്ങൾ പോലും നമ്മൾ പഠിപ്പിക്കാനോ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനോ പാടില്ല എന്നൊരവസ്ഥാവിശേഷം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സധൈര്യം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു ബോർഡും കൂടി നാം രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ ശാസ്ത്രീയമായ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പോലും അവസാന കാലത്ത് മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ മസ്ലഹത്താകാം വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തന്നെ മതി, പുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെതാക്കാം എന്ന് പറഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അത്രയും ശാസ്ത്രീയമായിരുന്നു നമ്മളുടെ പുസ്തകങ്ങൾ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതിനേക്കാളും ഉദ്ദേശിച്ചതിനേക്കാളും ഉപരി വലിയ സ്വീകരണമാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട സയ്യിദ് അവേലത്ത് കുഞ്ഞിശ്ശേരിക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മഹാനവറുകളാണ് ഉണ്ടായത്. ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് മഹാനായ MA ഉസ്താദ് അവറുകളാണ്. ഇതിനിടയിൽ നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ ദീനീ രംഗത്ത് തെറ്റിപ്പോകാതിരിക്കാനും സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ചു നിർത്താനും മത വിദ്യാർത്ഥികളും ഭൗതിക വിദ്യാർത്ഥികളും തമ്മിൽ അകൽച്ച ഇല്ലാതിരിക്കാനും വേണ്ടി വളരെ ആസൂത്രിതമായി പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് സമസ്തയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് SSF എന്ന കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതും തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വാശിക്ക് വേണ്ടിയോ വഴക്കിന് വേണ്ടിയോ ഉണ്ടാക്കിയതല്ല. ആ മഹത്തായ സംഘടന രൂപീകരിച്ച് അല്പകാലം കഴിഞ്ഞപ്പോൾ വിനീതരായ ഞങ്ങളെപ്പോലുള്ളവർ ആ സംഘടനയിലുള്ളപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ഞങ്ങൾ അംഗീകാരത്തിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ചിലർ പ്രശ്നങ്ങൾ ഉള്ള സന്ദർഭമായതിനാൽ അതിന് അംഗീകാരം കിട്ടാതിരുന്നുവെങ്കിലും അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തനരംഗത്ത് എല്ലാ നിലക്കും തുമൈനീനത്തുണ്ടായപ്പോൾ 2010 അത് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അത് അംഗീകാരം കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കുമാണ് എന്ന സന്തോഷ വാർത്തയും ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, സമസ്തയിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതും കൂടി അല്പം സൂചിപ്പിക്കുകയാണ്. പലരും അത് കുറച്ചൊക്കെ പറയണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചുരുക്കി മാത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന കാലം മഹാനവറുകൾ ഒരു പ്രമുഖനായ പണ്ഡിതനും ബുദ്ധിമാനും വളരെയേറെ തന്റെ ഇടമുള്ള സധൈര്യം ഒരു കാര്യത്തെ നേരിടാൻ കഴിവുള്ള വ്യക്തിയുമാണെന്നതിൽ ആർക്കും തർക്കമില്ല. ആ മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകളെ സമസ്തയുടെ കീഴിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അത് എന്തിനു പുറത്താക്കിയെന്നൊന്നും എന്നോട് ചോദിക്കരുത് സുഹൃത്തുക്കളെ. അങ്ങനെ സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകളെ പുറത്താക്കപ്പെടുന്ന രൂപത്തിൽ ചില എന്തെല്ലാമോ ഫിത്നകൾ നടന്നു. ആ ഫിത്നകൾക്ക് പിന്നീട് കൂടുതൽ ശക്തി ഉണ്ടാവുകയുണ്ടായി. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ അവർകൾ എഴുതിയ ഒരു ഖുർആൻ പരിഭാഷയും അതിനെതിരായി ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവർ പിന്നീട് എഴുതിയ പ്രൗഢമായ ലേഖനങ്ങളുമൊക്കെ ഇന്നും വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കടന്നാക്രമണം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയും സംവാദങ്ങൾ പരസ്യമായ സംവാദങ്ങൾക്ക് വേണ്ടി വാദങ്ങൾക്ക് വേണ്ടി വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ നെഞ്ഞൂക്കോടുകൂടി അതിനെ നേരിട്ടിരുന്ന മഹാപണ്ഡിതനായിരുന്നു മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇ കെ ഹസൻ മുസ്ലിയാർ അവറുകൾ വാദപ്രതിവാദ രംഗത്ത് മൗലവി ചേകനൂരിനെ വരെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ മറുപടി പറഞ്ഞ് മുട്ടിച്ചിരുന്ന കാലഘട്ടവും മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ സംവാദത്തിന്റെ രംഗത്തും അതുപോലെ സംഘടനാ രംഗത്തുമൊക്കെ വളരെയേറെ വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദ് അവറുകളും എ പി ഉസ്താദ് ജനറൽ സെക്രട്ടറിയും ഇ കെ ഹസൻ മുസ്ലിയാർ പ്രസിഡന്റുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സംവാദത്തിനു വേണ്ടി പലരും പിൽക്കാലത്ത് ഒഴിഞ്ഞു മാറലായിരുന്നു പതിവ്. പക്ഷേ ഹസൻ മുസ്ലിയാർ അവറുകൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ
അതിനുശേഷം വലിയൊരു സംവാദത്തിനു വേണ്ടിയുള്ള വെല്ലുവിളിയുണ്ടായി. അങ്ങനെ ഉണ്ടായതായിരുന്നു കൊട്ടപ്പുറം സംവാദം എന്ന പേരിൽ അറിയപ്പെട്ട വലിയ സംവാദം. 1983 കാലത്ത് ആ സംവാദം നടന്നപ്പോൾ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് ഏത് ചോദ്യങ്ങളെയും സ്വീകരിക്കുകയും അർത്ഥവത്തായ മറുപടിയിലൂടെ മൗലവിമാർക്ക് ഒന്നും പറയാൻ കഴിയാതെ അവസാനം ശിർക്കിന്റെ തരീഫ് പോലും പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന രംഗം ലക്ഷങ്ങൾ പങ്കെടുത്ത സദസ്സിൽ എല്ലാവരും കണ്ടതും അനുഭവിച്ചതുമാണ്. അതോടുകൂടി ഉസ്താദ് അവറുകളുടെ വളർച്ചയിലും ഉയർച്ചയിലും പലർക്കും അസൂയ ഉണ്ടാവുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഈ എ.പി. അബൂബക്കർ മുസ്ലിയാരെ സമസ്തയിൽ നിന്നും SYS ൽ നിന്നുമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുകയും പല നിലക്കും പല കളറിലും അവർ രംഗത്ത് വരികയും പിന്നിലയുടെ ചരട് വലിക്കുകയും ചെയ്തുകൊണ്ട് ഫിത്നക്ക് ആക്കം കൂട്ടുകയുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട E.K. അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട A.P. ഉസ്താദ് അവറുകളും വളരെ ഒന്നായി ഒരേ ശക്തിയായി വളരെ നന്നായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. ചുരുക്കി പറയുന്നു, അന്ന് ഉസ്താദ് അവറുകളുടെ പേരിൽ ഒരാരോപണം വെറുതെ വലിച്ചുണ്ടാക്കി. അതാണ് മഷ്ഹൂറായ അരീക്കാട് പള്ളി പ്രശ്നം. അന്നും ഒരു പള്ളി പ്രശ്നമാണ്, ഇന്നും ഒരു പള്ളി പ്രശ്നം തന്നെയാണ്. സുഹൃത്തുക്കളെ, അന്നത്തെ പ്രശ്നം 5 ലക്ഷം ഉറുപ്പിക മുക്കി എന്നായിരുന്നു. മുക്കിയിട്ടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ കൂടിയാൽ അങ്ങനെയാണല്ലോ. ഏതായിരുന്നാലും ശരി, അന്ന് വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് നിരപരാധിയാണെന്നും ഉസ്താദ് അവറുകൾ വളർന്നു വരുന്നതിലുള്ള അസൂയയാണ് അതിന്റെ പിന്നിലെന്നും വളരെ ബുദ്ധിയുള്ള E.K. അബൂബക്കർ മുസ്ലിയാർ അവറുകൾ മനസ്സിലാക്കുകയും അതിനാൽ ആ സന്ദർഭത്തിൽ ഉസ്താദ് അവറുകൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ശംസുൽ E.K. അബൂബക്കർ മുസ്ലിയാർ കാത്തിരിക്കുകയും ചെയ്തത് ഞാനിന്നും ഓർമ്മിച്ചെടുക്കുകയാണ്. കാരണം ഈ ചെറുപ്പക്കാരനായ, അന്നത്തെ ചെറുപ്പക്കാരൻ ഇന്നല്ല, ചെറുപ്പക്കാരനായ A.P. അബൂബക്കർ മുസ്ലിയാർ പിൽക്കാലത്ത് എനിക്ക് പകരം സമസ്തയെ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയുമായിരുന്നു E.K. അബൂബക്കർ മുസ്ലിയാരെ അന്ന് ആ സ്വീകരണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, ആ സന്ദർഭത്തിലായിരുന്നു വലിയ ചർച്ചകളും കമ്മിറ്റികളുമൊക്കെ രൂപം കൊടുത്ത് പല സംഭവങ്ങൾ വികാസങ്ങളും ഉണ്ടായി. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും അതിന്റെ അവസാന നിമിഷം ബഹുമാനപ്പെട്ട മൗലാന കണ്യത്ത് ഉസ്താദ് അവറുകൾ, മഹാനവറുകൾ എല്ലാവർക്കും അറിയാം, വളരെയേറെ സൂക്ഷ്മതയോടെ ശരീഅത്തിന്റെ നിയമം പാലിച്ച് ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു മഹാനായിരുന്നു കണ്യത്ത് ഉസ്താദ് അവറുകൾ. അല്ലാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ സാധാരണ നിലക്ക് സമസ്തയുടെ മുശാവറയിൽ അധ്യക്ഷം വഹിക്കാൻ വരാറില്ല. പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഉസ്താദ് അവറുകളെ കൊണ്ടുവരലും അധ്യക്ഷം വഹിപ്പിക്കലും ഉള്ളൂ എന്നതാണ് വസ്തുത. പകരം അന്ന് തന്നെ സമസ്തയുടെ പിൻഗാമിയായി ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവറുകളും E.K. ഉസ്താദ് അവറുകളൊക്കെ കണ്ടുവച്ചിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളായിരുന്നു സമസ്തയുടെ മുഴുവൻ മുശാവറകളിലും അധ്യക്ഷം വഹിക്കാറുള്ളതും പ്രാർത്ഥിക്കാറുള്ളതും മിനിറ്റ്സിൽ ഒപ്പുവെക്കാറുള്ളതും. അങ്ങനെ കണ്യത്ത് ഉസ്താദ് അവറുകൾ അത്യാവശ്യത്തിന് മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാറുള്ളൂ. അതിനിടയിൽ മഹാനായ കണ്യത്ത് ഉസ്താദ് അവറുകളെ E.K. ഉസ്താദ് അവറുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അങ്ങനെ സമസ്തയുടെ മീറ്റിംഗിൽ കണ്യത്ത് ഉസ്താദ് അവറുകൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് AP വക്കീലാണ്, അമീനാണ്, വക്കീല് അമീനാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് അന്ന് കണ്യത്ത് ഉസ്താദ് അവറുകൾ സ്പെഷ്യലായി വന്ന് തീരുമാനമെടുത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മോമിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും AP അമീനായ വക്കീലാണ് എന്ന് കണ്യത്ത് ഉസ്താദ് അവറുകൾ മുശാവറയിൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ തീരുമാനം ഒപ്പിട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ അങ്ങനെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ലെന്നും E.K. അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ പരിപൂർണ പിന്തുണ ഉസ്താദിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഉണ്ടെന്നും ബോധ്യപ്പെട്ട ഫിത്നക്കാർ, ആ ഫിത്നക്കാർ പിന്നീട് SYS എന്ന സംഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ നടത്തി. അങ്ങനെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന മറ്റൊരു സംഘടന അതിനിടയിൽ രൂപപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ സമസ്ത കേരള സുന്നി സംഘം ഉള്ളപ്പോൾ മറ്റൊരു സംഘടന അങ്ങനെ രൂപീകരിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് ഏത് വ്യക്തികൾക്കും അറിയാം. പക്ഷേ കൊന്തറൻ പല്ലുകളായി ഉണ്ടാകുന്ന അത്തരം വസ്തുക്കൾ
അത് അസിലിന് കേടുവരുത്തും എന്നതിൽ സംശയം ഇല്ലല്ലോ. അതുപോലെ പുള്ളൂടി എന്ന പേരിൽ മാവിന്റെ മേലെ മുളച്ചുയരുന്ന വസ്തുക്കൾ മാവിനെ നശിപ്പിക്കും എന്നതിൽ സംശയം ഇല്ലല്ലോ. ഇതുപോലൊരു സുന്നി മഹൽ ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുകയുണ്ടായി. അക്കാരണത്താൽ കേരളത്തിലെ ഏറ്റവും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ല SYS എന്ന വിഷയം തന്നെ നിർജീവമായി പോവുകയും സുന്നി മഹൽ ഫെഡറേഷൻ ജീവിച്ചു വരാൻ വേണ്ടി തുടങ്ങുകയും SYS എന്ന സമസ്തയുടെ ഔദ്യോഗിക ഘടകം നശിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചരിത്രപരമായി നാം ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ അന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘടന രണ്ട് ചേരിയായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്രയോ ഡസൻ കണക്കിന് പാർട്ടികൾ, ഈർക്കിലി പാർട്ടികളും അല്ലാത്ത പാർട്ടികളും ഒക്കെ ഉണ്ട്. അന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘടനയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ടായി പിരിയുകയും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നൊരു ഭാഗവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു ഭാഗവും നടന്നപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ബഹുഭൂരിപക്ഷവും ഈ പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവരായതിനാൽ അതിന്റെ പേരിൽ ഓരോ വാളിന്റെ സദസ്സിലും ഓരോ ഉദ്ഘാടന സദസ്സിലും ഈ മുസ്ലിംകൾക്കിടയിൽ അനൈക്യം മതരംഗത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു മദ്രസയുടെ വാർഷികം നടക്കുമ്പോൾ ഒരു സംഘടനയിൽപ്പെട്ട ഒരു മഹാനായ സയ്യിദ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മറ്റേ സംഘടനയിൽപ്പെട്ട ഒരു മഹാനായ സയ്യിദ് എത്തിയിട്ടില്ല. അദ്ദേഹം വരുന്നുണ്ട്, വഴിക്കെത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എൻ്റെ നാട്ടിൽ കുഴപ്പമായി. കാരണം മറ്റേ തങ്ങൾ എത്താതെ ഇത്തങ്ങൾ എത്തിയത് കൊണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്. അങ്ങനെ മുസ്ലിംകൾക്കിടയിൽ മതരംഗത്ത്, അതായത് രാഷ്ട്രീയം മതത്തിലേക്ക് കയറി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. തീരെ രാഷ്ട്രീയം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇസ്തിരിപ്പെട്ടി നല്ല സാധനമാണ്. ചുളി തീർത്തുകൊണ്ട് നമ്മളെ കുപ്പായമൊക്കെ തേച്ചാൽ, തലേക്കെട്ടൊക്കെ തേച്ചാൽ വളരെ നല്ല സാധനമാണ് ഇസ്തിരിപ്പെട്ടി, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഉമ്മാമയുടെ മുഖത്തിന്റെ ചുളി നീർക്കണം എന്ന് മനസ്സിലാക്കിയാൽ ഉമ്മാമാക്ക് മുഖം ഉണ്ടാവുകയില്ല. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അത് റോഡ് നിർമ്മിക്കുന്നതിനും പാലം നിർമ്മിക്കുന്നതിനൊക്കെ നല്ലതാണ്. അതേസമയത്ത് അത് ഇസ്ലാമിന്റെ മതപരമായ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ നിയന്ത്രിക്കാനും പണ്ഡിതന്മാരെ നിയന്ത്രിക്കാനും ഇറങ്ങിയാൽ ഉമ്മാമാന്റെ ചുളിഞ്ഞ മുഖം ഈ ഇസ്തിരിപ്പെട്ടി കൊണ്ട് നന്നാക്കാമെന്ന് ധരിക്കുന്നത് പോലെയാണ്. ഒരിക്കലും തന്നെ ആ ഉമ്മാമന്റെ മുഖം കൂടി നഷ്ടപ്പെടുക എന്നല്ലാതെ വാസ്തവത്തിൽ കുപ്പായത്തിന്റെ ചുളി നീരുന്നത് പോലെ ഇത് നീരുകയില്ല. അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർ മതരംഗത്തേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, രണ്ട് ഈ ലീഗുകൾ ഉണ്ടായിരുന്ന സന്ദർഭമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും SYSന്റെ പ്രവർത്തനരംഗത്ത് വളരെയേറെ പ്രയാസപ്പെടേണ്ടി വന്നു. ഫറൂഖിൽ നടന്ന സമ്മേളനത്തിലും മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിലുമൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ സമ്മേളനങ്ങളിലൊക്കെ രണ്ട് സയ്യിദന്മാർ രണ്ട് സംഘടനയിൽ നിൽക്കുമ്പോൾ ഒരു സയ്യിദ് വരുന്നു, ഒരു സയ്യിദ് വരുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ നേതാക്കൾ വിഷമിച്ച വിഷമം ചെറുതല്ല. ചില സ്ഥലത്ത് രണ്ട് സയ്യിദന്മാരെയും ഒഴിവാക്കിയും ചില സ്ഥലത്ത് ഒരു സയ്യിദ് വന്നാൽ കുഴപ്പമുണ്ടായും ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും രാഷ്ട്രീയത്തിലുള്ള ഭിന്നത മതത്തിന്റെ പ്രവർത്തനങ്ങളിലും കൂടി കയറി വന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ വിള്ളലുണ്ടാകാൻ അന്ന് കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനിടയിൽ സുന്നത്ത് ജമാഅത്തിനെതിരായി ചില പ്രഖ്യാപനങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുണ്ടായി. അതിൽപ്പെട്ട ഒന്നായിരുന്നു പുളിക്കലിലെ സ്റ്റേജിൽ വെച്ച് ഒരു MLA എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഇവിടെ പുളിക്കലിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരു MLAയും അള്ളാഹു പഠിച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം ഇത് ഖാല ലിഖൗമിഹി അതൽതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ അഹദും മിനൽ ആലമീൻ ഇന്നകും ലതൽതൂന الرجال ശഹ്വ മിൻ ദൂനി النساء ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങൾ അതിർ വിട്ട് കടന്ന ജനങ്ങളായി പോയി, അനധികൃതമായ വഴികളാണ് നിങ്ങൾ പലതിനും സ്വീകരിക്കുന്നത്, വളരെ വഷളായ തെറ്റാണത് എന്ന് അതേ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സമൂഹത്തിന് താക്കീത് നൽകുകയാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ സർവ്വ വിഷയങ്ങളിലും പ്രബോധന പ്രവർത്തനം നടത്തുന്ന പണ്ഡിതന്മാർ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നടമാടുന്ന ഏത് തമ്മാടിത്തങ്ങൾക്കെതിരെയും ഏത് അഴിമതിക്കെതിരെയും ഏത് തെറ്റായ ആശയങ്ങൾക്കെതിരെയും പണ്ഡിതന്മാർ പ്രബോധന രംഗത്തിറങ്ങേണ്ടതുണ്ട്. അമ്പിയാക്കളുടെ അനന്തരക്കാരാണവർ. ഇതുകൊണ്ട് എന്താണ് നേട്ടം? ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നന്നായാൽ
ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ, ലോകം മുഴുക്കയും നമ്മുടെ കൈവശത്തിൽ ഭരണം കിട്ടുന്നതിനേക്കാൾ, സർവസമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത് ഒരു മനുഷ്യൻ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നന്നാവുക എന്നതാണ്. നമ്മൾ ആലോചിക്കണം. ഞാൻ മുതഅല്ലിമായി, ഞാൻ സമൂഹത്തിന്റെ പല ഗുണങ്ങളും അനുഭവിച്ചവനാണ്. ഈ പറയുന്ന ഞാൻ സമൂഹത്തിന്റെ ഒരുപാട് നന്മകൾ അനുഭവിച്ചവനാണ്. ഒരുപാട് കടപ്പാട് ഈ സമുദായത്തോട് എനിക്കുണ്ട്, സമൂഹത്തോട് എനിക്ക് കടപ്പാടുണ്ട്. എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ കാലമായി പ്രവർത്തിക്കുന്നു. എന്റെ പ്രവർത്തനം കൊണ്ട് എത്ര മനുഷ്യർ നേരത്തെ ആശയപരമായി തെറ്റിപ്പോയവനോ ആദർശപരമായി തെറ്റിപ്പോയവനോ അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് തെറ്റിപ്പോയവനോ ആയ എത്ര മനുഷ്യർ എന്റെ പ്രവർത്തനം കൊണ്ട് ഹിദായത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ മുമ്പ് SSFന്റെ ഒരു മെമ്പറായിരുന്നു, പിന്നെ സെക്രട്ടറി ആയിട്ടുണ്ട്, പിന്നെ ഞാൻ അതിന്റെ അപ്പുറം കയറി. അതല്ല, എനിക്കെന്ത് സ്ഥാനം കിട്ടി എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ മുമ്പേ പ്രവർത്തിച്ചിട്ട് ഞാൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു, എന്നെ തഴഞ്ഞോ എന്നല്ല ചിന്തിക്കേണ്ടത് എന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ എന്ത് സമ്പാദിച്ചു, അഥവാ എത്ര പേർ എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് സന്മാർഗത്തിൽ എത്തി എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ സംബന്ധിച്ച് ഒരു ആത്മവിചാരണ ഉണ്ടാവുക. ഞാൻ കുറെ കാലമായി പ്രവർത്തിക്കുന്നു, എത്ര പേർ, നേരത്തെ തെറ്റിദ്ധരിച്ച എത്ര പേർ എന്റെ പ്രവർത്തനം കൊണ്ട് സന്മാർഗത്തിലെത്തി, എന്റെ അധ്വാനം കൊണ്ട് എത്ര പേർ മദ്യപാനം നിർത്തി, എത്ര പേർ നിസ്കരിക്കാത്തവർ കൃത്യമായി നിസ്കാരം തുടങ്ങി, എത്ര പേർ ജമാഅത്ത് പരിഗണിക്കാത്തവർ ജമാഅത്ത് പരിഗണിക്കാൻ തുടങ്ങി. ഇങ്ങനെ നാം ചിന്തിക്കാൻ ഒരുങ്ങുകയും ആ രംഗത്ത് നമ്മളെ മെമ്പർമാരെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു പ്രബോധകന്റെ നിലപാട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാടായിരിക്കണം. അതെന്താണ്? വിശാലമായ മനസ്സ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലി. വിശാലമായ മനസ്സ്. ഏത് ശത്രുവിനെയും, ഏത് എതിരാളിയെയും, ഏത് കുരുത്തം കെട്ടവനെയും എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സ്. അതാണല്ലോ അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്നെ ആക്രമിക്കുന്നവന് മാപ്പ് നൽകണം അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സ്. ആ മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾക്ക് ഉറക്കു തൂക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു തമാശ പറയാം. ഞാനൊരു സ്ഥലത്ത് വെച്ച് ഒരു പ്രസംഗം നടത്തി. പ്രസംഗിക്കുമ്പോൾ എൻ്റെ മൈക്കിന്റെ വയറും മൈക്കും ഒക്കെ വലിച്ചെറിയാൻ വേണ്ടി കുറെ ആള് വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കുറെ അടിച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ, ആരും ഒന്നും ചെയ്യണ്ട, അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിൽ നിന്നാണ്, പുറത്തുനിന്ന് ഇവിടുന്ന് അല്ലാണ്ട് വേറെ ആരും ബേജാറാണ്. സുഹൃത്തുക്കളെ, എൻ്റെ പേരോടൊന്നല്ല, തൊട്ടടുത്ത നാദാപുരത്തു നിന്നാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ സ്നേഹിതൻ TT അബൂബക്കർ ഫൈസി എന്നോട് ചോദിച്ചു, പുറത്തു കൊടുക്കണേ എന്നാണോ നിങ്ങൾ പറഞ്ഞത്, പുറത്തു കൊടുക്കണേ എന്നാണോ? പോലീസുകാർ കൊടുത്തത് പുറത്താണല്ലോ എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞത് പുറത്തു കൊടുക്കണേ എന്ന് തന്നെയായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി. അതാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ നടത്തിയ പ്രാർത്ഥന. നമ്മെ തല്ലാൻ വന്നവരോടും കൊല്ലാൻ വന്നവരോടും നമുക്ക് വിരോധമുണ്ടാകാൻ പാടില്ല. അവർക്ക് അള്ളാഹു മാപ്പ് നൽകണം, അവര് നന്നാകണം എന്ന ചിന്ത മാത്രമേ നമുക്കുണ്ടാകാൻ പാടൂ. അപ്പോഴേ നമ്മളൊരു ഡോക്ടറാവും. അല്ലെ നമ്മൾ അവരെക്കാൾ വലിയ രോഗികളാണ്. അവർ രോഗികളാണ്. രോഗികളോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. അതേസമയത്ത് നമുക്ക് വെറുപ്പുണ്ടാകണം ആരോട്? രോഗാണുക്കളോട്. രോഗാണുക്കളെ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക? അത് നശിപ്പിക്കുമ്പോഴും എൻഡോസൾഫാൻ പോലെയുള്ള സാധനങ്ങളായി പോകാൻ പാടില്ല. അത് റിയാക്ഷൻ ആകാൻ പാടില്ല. മറ്റൊന്നിന് കേടുവരാൻ പാടില്ല. അല്ലാത്ത വിധത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കണം. അതേസമയത്ത് രോഗികളെ നശിപ്പിക്കാൻ പാടില്ല. രോഗികളുടെ രോഗം സുഖപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഡോക്ടർമാർ മലം, മൂത്രം, കഫം, ശുക്ലം തുടങ്ങി പലതും അവർ പരിശോധിക്കേണ്ടി വരും, പലതും കാണേണ്ടി വരും, പലതും നോക്കേണ്ടി വരും, പലതുമായി ബന്ധപ്പെടേണ്ടി വരും. അതൊക്കെ ചെയ്തിട്ട് വേണം മനുഷ്യന് ആരോഗ്യമുള്ളവനാക്കി മാറ്റാൻ. വെറുതെ അല്ല അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ അത്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞു. വെറുതെ അല്ല മഹാനവറുകൾ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ,
കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറഞ്ഞു. ഹൃദയം ശുദ്ധീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ കാണാതെ, അത് ടെസ്റ്റ് ചെയ്യാതെ അതിന് ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയില്ല. അത്ര ഉന്നത പദവിയിലുള്ള മഹാന്മാരായിരുന്നു അവർ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും അല്ലാഹു തആല സലാഹിയത്തും തസ്കിയത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആകയാൽ നമ്മൾ വിശാലമായ മനസ്സുള്ളവരായിരിക്കണം. വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും മനസ്സുള്ളവർ ആകാൻ പാടില്ല. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തിറങ്ങുമ്പോൾ നാം കൂടിയാലോചനകൾ നടത്തണം. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയാൽ കൂടെയുള്ളവർ തന്നെ തെറ്റിദ്ധരിച്ചു പോകും. വശാബിറുഹും ഫിൽ അംർ, കൂടിയാലോചനകൾ നടത്തണം. ഒരു മഹല്ലിൽ ചെല്ലുന്ന ഒരു പണ്ഡിതൻ, ഹാദി, ഖതീബ്, മുദരിസ്, അദ്ദേഹം പെട്ടെന്ന് പോയി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കരുത്. അപ്പോൾ ആ നാട്ടുകാർ തന്നെ അദ്ദേഹത്തിനെതിരായി പോകും. മറിച്ച് ഒരു രാജ്യത്ത് ചെന്നാൽ ആ നാട്ടിന്റെ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കണം. അവിടെ ദരിദ്രന്മാർ, അതുപോലെ തന്നെ പണക്കാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, വിവിധ സംഘടനകൾ, അതുപോലെ ബുദ്ധിയുള്ളവർ, സാധാരണക്കാർ, ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ രോഗികൾ, ആരോഗ്യമുള്ളവർ, പൊതുരംഗത്തുള്ളവർ, ഒരു രംഗത്തുമില്ലാത്തവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സമൂഹമാണ് ഒരു മഹല്ലത്തിൽ. ആ മഹല്ലത്തിനെ സംബന്ധിച്ച് ആ മഹല്ലിൽ ചെല്ലുന്ന വ്യക്തി ഒരൽപ്പ ദിവസം പഠിക്കാൻ ശ്രമിക്കും. ഒരു ഡോക്ടർ ഒരു രോഗി വന്ന ഉടനെ തന്നെ മരുന്ന് എഴുതി കൊടുക്കാൻ പാടില്ല. ആവശ്യമായ ടെസ്റ്റുകളൊക്കെ നടത്തി ഇദ്ദേഹത്തിന്റെ രോഗം എന്താണ് എന്ന് കണ്ടെത്തണം. ഇതുപോലൊരു മഹല്ലിൽ ചെന്നാൽ ആ മഹല്ലിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ഒരു നല്ല ബോധമുണ്ടായതിനു ശേഷം മാത്രമേ നാം പ്രവർത്തന രംഗത്തിറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആ വിഭാഗത്തിലെ നേതൃത്വത്തെ പരിഗണിക്കും. ഉദാഹരണത്തിന് പല തറവാട്ടുകാരുമുണ്ടാകും. ആ തറവാട്ടിലുള്ള ഔസിന്റെയോ ഹസ്റജിന്റെയോ ഖുറൈശിയുടെയോ അതിലെ നേതാക്കൾ, അവർ ആദരിക്കുന്ന കക്ഷികൾ, ആ ആദരിക്കുന്ന കക്ഷികളെ പരിഗണിക്കും. അവർക്ക് ചില സ്ഥാനം നൽകും, അവരെ അതിന്റെ ആളുകളാക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇത് നമ്മളും എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ആളുകളുണ്ട്, ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, എല്ലാവർക്കും എന്താ സഹകരിച്ചാൽ. അങ്ങനെയല്ല, നല്ല കാര്യം ചെയ്യുമ്പോഴും വശാവിറുഹും ഫിൽ അംർ. ആരോടാ പറഞ്ഞത്? വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അതിനേക്കാൾ അയലമായ ഒരു സൃഷ്ടി ഇല്ല. അത്തരത്തിലുള്ള നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും വശാവിറുഹും ഫിൽ അംർ, കൂടിയാലോചന നടത്തണം. ചിലപ്പോൾ ശിഷ്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവർ എന്ന് നമുക്ക് തോന്നുന്നവർ, അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. കാരണം സമൂഹവുമായി കൂടി ജീവിക്കുമ്പോൾ അവർക്ക് പല വിഷയങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കിട്ടിയിരിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മുതിർന്ന വിദ്യാർത്ഥി അടിച്ചിട്ടുണ്ട്. അടിച്ചത് എന്തിനാ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കിട്ടിയ സത്യം പെട്ടെന്ന് പോയി തുറന്നു പറഞ്ഞപ്പോഴാണ് അടികൊടുത്തത്. ആ അടികൊടുത്തതിന്റെ കംപ്ലൈന്റ് പറയാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉസ്താദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു നബിയെ, അത് പറഞ്ഞാൽ ഇപ്പൊ ചെറിയ കുഴപ്പമാണ്, ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ എന്നാ പറയണ്ട എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ശിഷ്യന്മാരിൽ പോലും മുതിർന്നവരുടെ വാക്ക് അവർ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന നിലക്ക് അത് അംഗീകരിച്ചുകൊണ്ട് അതിനേക്കാൾ ജൂനിയറായവർ അതും കൂടി പരിഗണിക്കണം എന്നത് പഠിപ്പിക്കുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വശാബിറുഹും ഫിൽ അംർ. പക്ഷേ കൂടിയാലോചന നടത്തി ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ആ തീരുമാനം വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട തീരുമാനമാണ്. മുമ്പ് നമുക്കറിയാം, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ട ഒരു സംഭവം ഫത്ഹുൽ മുഈനിലുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ബാങ്ക് സുന്നത്താക്കപ്പെട്ട സാഹചര്യമാണ്. ഇപ്പൊ ചിലർ സ്വപ്നം കാണാൻ പാടില്ല എന്ന് തീരുമാനിച്ചവരുണ്ട്. ആ തീരുമാനം നടക്കാൻ പോകുന്ന തീരുമാനമല്ല, അതിന് ഉറങ്ങാതിരിക്കേണ്ടി വരും. ഉറങ്ങാതിരുന്നാൽ ഉറക്ക് താനേ വരുന്നൊരു സംഗതിയുമാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ അങ്ങനെ ഫത്ഹുൽ മുഈനിൽ ഒരു സ്വപ്നത്തിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ചർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന്റെ വിഷയം ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ ഒന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? തീ കത്തിച്ചു വെക്കുക, ആള് വിളിക്കാൻ പോവുക, പലതും പറഞ്ഞു. അതൊന്നും പ്രായോഗികമാണെന്ന് അവിടത്തേക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ചർച്ച നീട്ടിവെക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് അന്നത്തെ ചർച്ചയിൽ തീരുമാനമെടുക്കാതെ നീട്ടിവെച്ചത്.
എന്നാലും ചർച്ചയിൽ ഏകദേശം തീരുമാനമായ ഒരു സംഗതി ഉണ്ടാകും. അതായിരുന്നു നാഖൂസ് വിൽക്കുന്നു എന്ന് ചോദിക്കാൻ കാരണം. തീരുമാനമായിട്ടില്ല, ആകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കാര്യം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇടപെടിച്ച് വിഷയത്തിന്റെ പരിഹാരം നൽകിയത്. അങ്ങനെയൊക്കെ ചർച്ചകളിൽ സംഭവിക്കും. അങ്ങനെ ഒരു ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല, വലിയ ടോപ്പ് നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും ആരും പറയാൻ പാടില്ല. അതിനേക്കാൾ വലിയൊരു ടോപ്പ് നേതാവ് വേറെ പങ്കെടുക്കാനില്ല. തീരുമാനത്തിന് അല്ലാഹു നിശ്ചയിച്ച സന്ദർഭം വരുമ്പോൾ തീരുമാനമായിക്കൊള്ളും. വശാവിറുഹും ഫിൽ അംർ. പക്ഷേ എത്ര കൂടി ആലോചിച്ച് തീരുമാനിച്ചാലും ഒരു പ്രബോധകനാകുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു നേതൃത്വം ഒരിക്കലും തന്നെ അവരൊക്കെ കൂടി തീരുമാനിച്ചതാണല്ലോ, അവരൊക്കെ എൻ്റെ പിന്നാലെ ഉണ്ടാകും, എനിക്കത് വിജയിപ്പിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിന് പകരം അള്ളാഹു പറഞ്ഞു ഫതവക്കൽ അലല്ലാഹ്. തവക്കുൽ അനുയായികളിലോ അല്ലെങ്കിൽ പ്രബോധിതരിലോ ആകരുത്, തവക്കുൽ അള്ളാഹുവിൽ മാത്രം ആയിരിക്കുകയും വേണം. ഇരിക്കട്ടെ, അങ്ങനെ ചോദിക്കേണ്ടവരോട് ചോദിക്കണം, ചർച്ച ചെയ്യേണ്ടവരോട് ചർച്ച ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായും പ്രബോധന പ്രവർത്തകരോട് പറഞ്ഞൊരു വാക്ക് യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. ബുഖാരിയിലെ ഹദീസാണ്. നമ്മളൊരു മഹല്ലത്തിൽ ചെന്നപ്പോ നിങ്ങൾ ഓർക്കണം, അവിടെ ഒരു മഹല്ല് പുതുതായി രൂപീകരിച്ചതേ ഉള്ളൂ, ചെറിയൊരു പള്ളി പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഒരു പണ്ഡിതൻ അവിടെ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്, അതേ ബാത്ത് അറ്റാച്ച്ഡ് റൂമില്ല, ഒന്ന് പുറത്തോളം പോകണം. പക്ഷെ അപ്പോഴേക്ക് തന്നെ ഇയാളെ മുഖം കറുത്തു. ഇവിടെയാണോ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവിടത്തേക്കാണോ എന്നെ അയച്ചത്? ഇങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം, ഇത് നമ്മുടെ കടപ്പാടാണ്, ഇത് അദാഉൽ ഹുഖൂഖാണ്, ഇത് ജോലിയല്ല. നാം ആരും ജോലിക്കാരല്ല, നമ്മളെല്ലാം സേവനം ചെയ്യുന്നവരാ. ജോലി പലരും സാധാരണ നിങ്ങൾക്ക് എവിടെയാ ജോലി അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല. ജോലി ഇന്ന സ്ഥലത്താണെന്ന് പറയാനും പാടില്ല. പണ്ഡിതന്മാരാരുടെയും ജോലിക്കാരല്ല. പണ്ഡിതന്മാർക്ക് ജോലി എന്നവര് പേര് വെച്ചാൽ ബിസ്മി എന്നതിന്റെ ബാ അത് പഠിപ്പിച്ചതിന് കൂലി കൊടുക്കാൻ ലോകത്ത് ഒരു രാജാവിനും അള്ളാഹു കഴിവ് നൽകിയിട്ടും ഇല്ല. ഒരു ബാ പഠിപ്പിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാൻ കഴിയുന്ന രാജാവാരാണ്? അല്ലെങ്കിൽ പണക്കാരനാരാണ്? കമ്മിറ്റിക്കാരനാരാണ്? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ജോലി എടുക്കുന്നവർ അല്ല. ആ ബോധം ആദ്യം ഉണ്ടാകേണ്ടത് പണ്ഡിതന്മാരുടെ മനസ്സിലാണ്. ഞങ്ങൾ ജോലിക്കാരല്ല, ഞങ്ങൾ ദഅവത്തിന്റെ ഉത്തരവാദിത്വമുള്ള ബല്ലിഗ് മാ ഉൻസില ഇലൈക്, തബ്ലീഗിന്റെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വമുള്ള അദാഉൽ ഹുഖൂഖ് ചെയ്യുന്ന ആളുകളാ എന്ന ബോധം ആദ്യം പണ്ഡിതന്മാരിൽ ഉണ്ടാകണം. അങ്ങനെ വന്നാൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ച വ്യക്തിയോട് അതെ നീ വന്നാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന വാശി പ്രസംഗിക്കുന്നവരുണ്ടാവുകയില്ല. ഞാനങ്ങ് എത്തിക്കൊള്ളാം എന്ന് പറയുന്നതിന് വിഷമം തോന്നൂല. അതുപോലെ തന്നെ അങ്ങനെ വന്നാൽ ഒരാൾക്ക് അതേ പ്രസംഗം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർ ഞാൻ പഠിക്കുന്ന കാലത്തിന്റെ വസിയ്യത്ത് ഇത് എനിക്ക് ഓർമ്മയുണ്ട്. വഅദ് കഴിഞ്ഞു പോകുമ്പോൾ പലരും ഹദിയ തരും. പക്ഷേ അതെത്രയാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എണ്ണി നോക്കാറില്ല. നീയും എണ്ണി നോക്കാൻ പാടില്ല. അങ്ങനെ എണ്ണി നോക്കുന്നൊരു സ്വഭാവം വന്നാൽ മറ്റൊരു സമയത്ത് സംഖ്യ കുറഞ്ഞ സ്ഥലത്തേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പോകാൻ മനസ്സുണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നീ എണ്ണി നോക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹുവിലേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്നെ വസിയ്യത്ത് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. നമ്മൾ ഹദിയക്ക് വേണ്ടി വഅദ് പറയുന്നവരല്ല, അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല. നാം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അത് അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള പ്രബോധന പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്. ഈ ബോധത്തോടുകൂടിയാകുമ്പോൾ ഒരിക്കലും വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് ശേഷം ഭക്ഷണം നന്നായില്ല എന്നൊരാക്ഷേപം ഒരിക്കലും ആ മിമ്പറിന്റെ ചുവടെ വെച്ച് ജുമഅക്ക് ശേഷവും പറഞ്ഞു പോവൂല. അതുപോലെ എനിക്ക് സൗകര്യം മതിയായില്ല എന്ന ഒരു വാക്ക് പറയില്ല. പറയണമെങ്കിൽ ആദ്യം മനസ്സിൽ തോന്നണ്ടേ? മനസ്സിൽ ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില എന്ന് സൈനുദ്ദീൻ മഅ്ബരി തങ്ങൾ പറഞ്ഞ ഖനാഅത്ത്, ആ ഖനാഅത്ത് അത് ഉറുതി പറയാനുള്ളതല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അത് പകർത്തണം എന്ന ബോധം പണ്ഡിതന്മാർക്കുണ്ടാകണം. അങ്ങനെ ആയാലോ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞത് പരിഹാരമല്ല. മിമ്പറിന്റെ ചുവടെ വെച്ച് ഒരു പക്ഷേ ഹുസ്നു തആമിനെ കുറിച്ചോ ഖുബഹു തആമിനെ കുറിച്ചോ ഒരു വാക്ക് പറഞ്ഞു പോയാൽ
ആ സമൂഹത്തിൽ ഇവന്റെ പ്രബോധനം ഒരിക്കലും ഫലവത്താവുകയില്ല. അവൻ അവിടെ നിന്നിട്ടും കാര്യമില്ല. നേരെ മറിച്ച് ഇദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനം എത്രത്തോളം സംശുദ്ധമാണോ അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് താഴ്ന്ന കാര്യങ്ങൾ മുന്തിയവനിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. മുന്തിയവൻ താഴ്ന്നതിലേക്ക് പോയാൽ അവൻ താഴ്ന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരിക്കലും താഴ്ന്നത് മുന്തിയതാവുകയില്ല എന്ന ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കുട്ടിക്കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. ഉസ്താദിനത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആ സദസ്സിൽ ഉണ്ടായിരുന്നത് ആകെ 15-16 ആളുകളാണ്. കൊല്ലം ഏകദേശം 25-30 കൊല്ലത്തോളം ഞാൻ പ്രസംഗിച്ച് പഠിക്കുന്ന കാലമാണ്. 30ഓളം വർഷമായിട്ടുണ്ടാവും. ആകെ 10-15 ആളുകളെ അവിടെ ഉള്ളൂ. ഉസ്താദ് യാതൊരു വിഷമവും അന്ന് പ്രകടിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല. നന്നായി വന്നു, കുറഞ്ഞ സമയം സംസാരിച്ചു, ഉസ്താദ് തിരിച്ചു വന്നു. അന്ന് ഞാൻ ഓർക്കുകയാണ്, കാരന്തൂർ മർക്കസിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ കാരന്തൂരിലോളം നടന്നു. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി. അത് സിറ്റി ബസ്സാണ്. കോഴിക്കോട്ട് വന്നിറങ്ങി. കോഴിക്കോട്ട് നിന്ന് പിന്നെ ഒരു ഓട്ടോറിക്ഷ ഉസ്താദ് എന്നെ വിളിച്ച് അതിൽ കയറി. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ബസ് സ്റ്റാൻഡിൽ നിന്ന് കോപ്പറേറ്റീവ് ബസ്സിൽ കയറി മാഹിയിൽ ഞങ്ങൾ രണ്ടാളും കൂടി പോയി ഇറങ്ങി. ഇരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ എന്നെ ഇരുത്തിയ സമയം ഞാൻ കുറേ സംശയങ്ങൾ ചോദിച്ചു. കൂട്ടത്തിൽ ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത എന്ന ആയത്തിനെ കുറിച്ച് ചോദിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഷാഫിയായ മറുപടി ഉസ്താദ് അന്ന് പറഞ്ഞു തന്നു. ഞാൻ ഉസ്താദിന്റെ അടുക്കൽ ഓതുന്ന കാലമല്ല, ഞാൻ പുല്ലൂക്കര പഠിക്കുന്ന കാലമാണ്. അങ്ങനെ പുല്ലൂക്കരയിലേക്ക് പിന്നീട് അവിടുന്ന് ഒരു ടാക്സി കൂട്ടി പുല്ലൂക്കരയിൽ പോയി വയല് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഉസ്താദ് അവർ വളരെ തിരക്കുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് കയറിയ കാലമുണ്ട്, കുതിരപ്പുറത്തും കയറിയിട്ടുണ്ട്. വളരെ തിരക്കുള്ളപ്പോൾ ബുറാഖിന്റെ മേലെയും കയറിയിട്ടുണ്ട്. ബുറാഖിന്റെ മേലെ കയറിയ മാത്രം കാണുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ചിലപ്പോൾ മറ്റത് കാണൂല. ബുഖാരി മുഴുവൻ ഓതിയാലേ റക്കബ ഹിമാറൻ എന്നത് കാണുകയുള്ളൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ആ ഒരു നിലക്ക് അന്നൊന്നും ആള് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഉസ്താദ് ഒരു വിഷമവും അവിടുന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇന്നങ്ങനത്തെ ഒരു ഉസ്താദിന് ഉണ്ടാവുകയില്ല. അത് നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു സദസ്സിൽ ചെന്നിട്ട് ആള് കുറച്ച് കുറഞ്ഞു പോകുമ്പോഴേക്ക് നമ്മളാകെ അങ്ങോട്ട് ചൂടാകുക, അങ്ങനത്തെ സ്വഭാവം പണ്ഡിതന്മാർക്കുണ്ടാകാൻ പാടില്ല. ഇതുപോലെ നമ്മൾ വിചാരിച്ചതുപോലത്തെ ഒരു സൗകര്യം ഉണ്ടായില്ല. ഉദാഹരണത്തിന് നമ്മൾ വിചാരിച്ചത് നമുക്ക് അവിടെ നല്ല സൗകര്യമുള്ള റൂം കിട്ടുമെന്നാണ്. ഇന്ന് പത്രമൊന്നുമില്ല, എന്നാൽ മിണ്ടാൻ പാടില്ല, തൽക്കാലം ഉറങ്ങിയില്ലെങ്കിൽ തർക്കേടില്ല. കാരണം ആ സമൂഹത്തിൽ നമ്മുടെ പ്രബോധനം അതാണ്, അവിടെ ക്ഷമിക്കലാണ്. അതുപോലെ ഒരു നിക്കാഹിന് വേണ്ടി പോയി തൽക്കാലം കുറച്ച് സമയം അതാ നമ്മൾ ഇരിക്കേണ്ടി വന്നു. കാരണം നമ്മളെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പുതിയാപ്പിള എത്തിയില്ല. അപ്പോഴേക്ക് മുദരിസ് ചൂടാകാൻ പാടില്ല, കാലി ഇറങ്ങിപ്പോകാനും പാടില്ല. ഈ അടുത്ത് ഞങ്ങളെ നാട്ടിലെടുക്കൽ ഒരാൾ വേദം അറിയാൻ വന്നു. അരമണിക്കൂർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം കൈ കിട്ടിയപ്പോൾ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സ്ഥലം പണ്ട് ഉസ്താദ് പ്രസംഗിച്ച സ്ഥലം തന്നെയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയായാൽ പിന്നെ ഒരിക്കലും ആ പണ്ഡിതനെ സംബന്ധിച്ച് ഒരു മതിപ്പും സമൂഹത്തിനുണ്ടാവുകയില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിലും ഉള്ളവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഉള്ള ഒരു പ്രവർത്തകൻ ക്ഷീണിച്ചു പോകാൻ പാടില്ല. അവന്റെ മനസ്സിന് പ്രസ്ഥാനത്തോട് മടുപ്പുണ്ടാകാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് നല്ല ബോധം വേണം. സാധാരണക്കാരോട് മുഖം തടിപ്പിക്കുന്ന ഒരു പണ്ഡിതനും ഉണ്ടാക്കാൻ പാടില്ല. പണ്ഡിതന്മാർ എപ്പോഴും വകാന അക്സറന്നാസി തബസ്സുമാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി വകാന അക്സറന്നാസി തബസ്സുമാ, ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഒരു പ്രബോധകന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും മറ്റൊരാളെ പറ്റി എന്നോട് കുറ്റം വന്ന് പറയരുതേ. ഒരു സഹാബി വേറൊരാളെ പറ്റി എന്നോടൊന്നും വന്ന് പറയരുതേ. കാരണം ഇന്നി ഉരീദു അൻ അഖ്റുജ ഇലൈക്കും സലീമ സദ്രി, എന്റെ ഹൃദയത്തിൽ എന്റെ അനുയായികളിൽപ്പെട്ട ആരോ സംബന്ധിച്ചും എന്റെ മനസ്സിൽ ഒരു മോശം തോന്നാത്ത വിധം എനിക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയണം. നിങ്ങൾ ഒരാള് ഇതാ ഉസ്താദെ, അയാള് അങ്ങനെ ചെയ്തു, അയാൾ ഉസ്താദിന്റെ, അങ്ങനെയുണ്ട് ചില ഫിത്നക്കാര്, അയാൾ ഉസ്താദിന്റെ ആളല്ല, അയാൾ മറ്റേ ആളാണ്, ഇയാള് അങ്ങേന്റെ ആളാണ്. ഇങ്ങനത്തെ ചില ആളുകൾ, അതാണ് ചില വിഡ്ഢികൾ ദുഷ്ടന്റെ ഫലം ചെയ്യും. അതുണ്ടാകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസിയത്ത് പറയാൻ. എന്ത്? ആരും എന്റെ അനുയായികൾപ്പെട്ട ഒരാളെ സംബന്ധിച്ചും
എന്നോടൊന്നും വന്ന് പറയാൻ പാടില്ല. കാരണം ഇനി ഉരീദു അൻ അഖ്റുജ ഇലൈക്കും സലീമ സദ്രി, നിങ്ങളെ സംബന്ധിച്ച് ആരെപ്പറ്റിയും ഒരു ധാരണ പെശകില്ലാതെ നിങ്ങളിൽ വന്ന് പ്രബോധനം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണം. ചിലപ്പോൾ ശൈത്താൻ ശൈത്താൻ എപ്പോഴും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും. ആ ശ്രമം, ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അത് വിജയിച്ചതാണ് വാസ്തവത്തിൽ സമസ്തയിൽ തന്നെ ഉണ്ടായ, മുൻകാലത്തുണ്ടായ പിളർപ്പ് എന്നോ അല്ലെങ്കിൽ മാറ്റമെന്നോ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന്റെ നാശം ശൈത്താൻ ഇന്നും കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ശൈത്താൻ അവന്റെ കറ്റകൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ശൈത്താൻ എപ്പോഴും ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. നമ്മുടെ പണ്ഡിതന്മാർ, മഹാനായ താജുൽ മൗലാ തങ്ങൾ, ശൈഖുന കാന്തപുരം ഉസ്താദ് തുടങ്ങിയ ആലിമീങ്ങൾ, അല്ലാഹു നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുകയും അങ്ങേയറ്റം താഴ്മ കണിക്കുകയും പരമാവധി ഭിന്നതയില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്ന് ആ സാഹചര്യം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ ഇജ്മാഇനെതിരായ ഒരാശയം അത് അംഗീകരിക്കാൻ കഴിയില്ല. അതെന്താണത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വത്തിഫാഖി സലഫിൽ ഉമ്മ അലാ ദമ്മിൽ മുബ്തദിയതി വമുഹാജറതിഹിം വഖത്ഇ സുഹ്ബതി മഅഹും. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാൾക്കും, ഒരു സഹാബിക്കും, ഒരു താബിയും, ഒരു തബഉ താബിയിൽപ്പെട്ടവർക്കും, ഒരു പണ്ഡിതനും തർക്കമില്ലാത്തൊരു വിഷയമാണ് എന്ത്? അലാ ദമ്മിൽ മുബ്തദിഅ, സുന്നി വിരുദ്ധരെ ആക്ഷേപിക്കുകയും അവരുടെ ആശയത്തെ എതിർക്കുകയും ചെയ്യണം. വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം. വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം മതരംഗത്ത് പാടില്ല. ഇത് ഇത്തിഫാഖു സലഫിൽ ഉമ്മ, ഉമ്മത്തിൽ ഉള്ള മുൻഗാമികളുടെ ഇത്തിഫാഖ്, ഇജ്മാഅ. ഈ ഇജ്മാഇനെതിരായ ഒരു നീക്കം, അതിനെ വകവെച്ചു കൊടുത്താൽ പിന്നെ സുന്നിയില്ല, സമസ്തയില്ല, സമസ്ത സ്ഥാപിച്ചതിന് പിന്നെ അർത്ഥമില്ല. അതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവர்களுം MA ഉസ്താദും ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദും കാന്തപുരം ഉസ്താദും അങ്ങനെയുള്ള നമ്മുടെ ആലിമീങ്ങൾ മറ്റൊരു നിലക്ക് അതാ ഒരു വിഭാഗവുമായി മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്നും ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നൂതിഹി അജ്റൻ അളീമാ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി ഇന്നും ഉസ്താദ് അവർകൾ എപ്പോഴും ഐക്യത്തിനു വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് ആ ഒരു രീതി മാത്രമേ പണ്ഡിതന്മാര് സ്വീകരിക്കാവൂ എന്നതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ആകയാൽ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട ഒരു രംഗമാണ് പ്രബോധന പ്രവർത്തനം. നന്ദിബോധം വളരെ നന്നായി നമുക്കുണ്ടാകണം. നമ്മുടെ ഒരു മുദരിസ് അല്ലെങ്കിൽ ഒരു ഖാദി അല്ലെങ്കിൽ ഒരു ഖതീബ് ഒരു പ്രദേശത്ത് സേവനം ചെയ്തു. ആ സേവനം ചെയ്ത കക്ഷികൾ നിങ്ങൾ നോക്കൂ. മുൽതഫിത്തുൽ ലാ യസിൽ വമുശക്കിക്കുൽ ലാ യുഫ്ലി വമൻ ലം യഅരിഫി നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. തപ്പാതെ അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി, താങ്കൾ ഒരു ചൊല്ലാൽ ഒരാണ്ട് പാർത്തോവർ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. ഒരു സ്ഥലത്ത് ഒരു 45 കൊല്ലം സേവനം ചെയ്തു, അല്ലെങ്കിൽ 30 കൊല്ലം സേവനം ചെയ്തു, അല്ലെങ്കിൽ 10 കൊല്ലം, അല്ലെങ്കിൽ 5 കൊല്ലം, വേണ്ട 1 കൊല്ലം, അല്ലെങ്കിൽ 6 മാസം ഒരു സ്ഥലത്ത് സേവനം ചെയ്തു. ആ സേവനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, നമുക്ക് ഉമറാക്കളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ പറയാം. ഇത് ഉലമാഇന്റെ സംഗമമാണ്. അതുകൊണ്ട് ഉലമാ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയമാണ് ഞാൻ പറയും. 6 മാസം സേവനം ചെയ്തൊരു സ്ഥലം, അല്ലെങ്കിൽ 6 കൊല്ലം, അല്ലെങ്കിൽ 60 കൊല്ലം സേവനം ചെയ്തൊരു സ്ഥലം. ആ സേവനത്തിനിടയിൽ നമ്മളെ സ്നേഹിച്ച, നമ്മെ ഉൾക്കൊണ്ട, നമ്മെ ആദരിച്ച, നമ്മുടെ കൈപിടിച്ച, ചിലപ്പോൾ ചുംബിച്ച, ചിലപ്പോൾ ആലിംഗനം ചെയ്ത, ചിലപ്പോൾ നമ്മളെ യാത്ര അയച്ച, നമ്മളെ സ്വീകരിച്ച, നമുക്ക് ഭക്ഷണം എത്തിച്ചു തന്ന, നമ്മുടെ ചെരുപ്പ് തുടച്ചു വെച്ച, നമ്മുടെ റൂം അടിച്ചു വാരിയ, നമ്മെ ആദരിച്ച ഒരു നാട്ടുകാർ. ഈ നാട്ടുകാരുമായി ഒരു പക്ഷേ ഒരു ദിവസം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് പിരിയേണ്ടി വന്നാൽ, പണ്ഡിതന്മാർ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് പിരിയേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ ഖദറിനെ തടുക്കാൻ കഴിയില്ല. ഹൽ യസിനിൽ വലിയു എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം വന്നു. എന്താ ചോദ്യം? ചെറിയ ചോദ്യമല്ല. ഹൽ യസിനിൽ വലിയു, വലിയിന്റെ താരിഫ് എന്ന് അറിഞ്ഞൂടാത്ത ആളല്ല ജുനൈദുൽ ബഗ്ദാദി. ഹൽ യസിനിൽ വലിയു, മറുപടി ഖാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ.
കാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. വലിയല്ലേ മാഇസ് റളിയല്ലാഹു അൻഹു? പക്ഷേ കാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. ഒരു മഹല്ലത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ പിരിഞ്ഞ അന്ന് മുതൽ അതേ ആ മഹല്ലത്തിലുള്ള ജനങ്ങളെ, അല്ലെ ആ മഹല്ലത്തിന്റെ നേതൃത്വത്തെ, ആ മഹല്ലിലുള്ള ആളുകളെ പഴിക്കുന്ന സ്വഭാവം ഒരു പണ്ഡിതനിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവരെക്കുറിച്ച് നല്ലതേ പറയാവൂ, ആരോടും നല്ലതേ പറയാവൂ, ചീത്തയായതൊന്നും പറയാൻ പാടില്ല. അതാണ് ഉദ്കുറു മഹാസിന മൗതാകും. നമ്മൾ ഓരോരു പിരിഞ്ഞവരുടെ നന്മ മാത്രമേ പറയണ്ടൂ എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ? അതേ ശൈലി ഇവിടെയും നമ്മൾ സ്വീകരിക്കണം. ഒരു മഹല്ലത്തിൽ നിന്നൊരു ഒരു ഖതീബ് പിരിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുദരിസ് പിരിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സദർ മുഅല്ലിം പിരിഞ്ഞാൽ, പിന്നെ ആ മഹല്ലിലുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുകയല്ല വേണ്ട, അവരുടെ നന്മകൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ അവരുമായി നല്ല സ്വഭാവം വേണം. അവരെ കണ്ടാൽ തലതായിത്തരുത്, അവരെ മുഖത്ത് നോക്കിയും പുഞ്ചിരിക്കണം. ഒരു പക്ഷേ അവർ സാധാരണക്കാരായതിനാൽ അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞു എന്ന് വരാം. അത് ക്ഷമിക്കാനും പൊറുക്കാനും ഒരു പണ്ഡിതന് കഴിയണം. ദീർഘിപ്പിക്കുന്നില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അർത്ഥം പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു. ലമ്മ അഫാ അല്ലാഹു തആല അലാ റസൂലിഹി യൗമ ഹുനൈൻ ഖസമ ഫിന്നാസ് ഫിൽ മുഅല്ലഫത്തി ഖുലൂബുഹും വലം യുതിൽ അൻസാറ ശൈഅൻ ഫകഅന്നഹും വജദു ഇദ് ലം യുസിബഹും മാ അസാബൻ നാസ്. എല്ലാവർക്കും ധാരാളം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഖാല നാസും മിനൽ അൻസാർ ഹീന അഫാ അല്ലാഹു അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഫാ അംഗാലി ഹവാസിൻ ഫതഫഖ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുതി റിജാലൻ അൽ-മിയത മിനൽ ഇബിൽ ഫഖാലു. അൻസാരികളിൽപ്പെട്ട ചിലർ പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം, ആരെപ്പറ്റിയാ പറഞ്ഞത് ആലോചിക്കണം. യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുതി ഖുറൈശൻ വയത്റുകുന വസുയൂഫുന തഖ്തുറു മിൻ ദിമാഇഹിം. പലപ്പോഴും പ്രവർത്തകന്മാരിൽ ഉണ്ടാകുന്ന ചില വാചകത്തിന്റെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല അവിടത്തേക്ക് മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്, അഥവാ അവിടത്തേക്ക് പാപം സംഭവിക്കുകയില്ല. ഖഫറ എന്ന വാക്കിന്റെ അർത്ഥം സതറ എന്നാണ്. അല്ലാഹു തആല പാപങ്ങളുടെയും അവിടുത്തെയും ഇടയിൽ മറയിട്ടിട്ടുണ്ട്. പാപം അവിടത്തേക്ക് സംഭവിക്കുകയില്ല. യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതി ഖുറൈശൻ വയത്റുകുന. ഖുറൈശികൾക്ക് അതാ ധാരാളം കൊടുക്കുന്നു, വയത്റുകുന നമ്മക്കൊന്നും തരുന്നില്ല. അൻസാരികളായ സഹാബികൾ ചിലർ പറഞ്ഞ വാക്കാണ്. വസുയൂഫുന തഖ്തുറു മിൻ ദിമാഇഹിം. ആരാണ് ഈ ഖുറൈശികൾ? ഈ അടുത്ത് വരെ നമ്മളോട് യുദ്ധം ചെയ്തവരാണ്. ഇന്നലെ വരെ യുദ്ധം ചെയ്തിട്ട് ഇപ്പോഴും നമ്മളെ വാളിന്റെ മുകളിൽ നിന്ന് അവരുടെ രക്തം ഉറ്റി വീണ് തീർന്നിട്ടില്ല. ആ ഖുറൈശികൾ ഇങ്ങ് വരുമ്പോഴേക്ക് അവർ കൊടന കസേര കൊടുത്ത് അവർക്ക് അതാ ധാരാളം കൊടുക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ എതിരാളിയായിരുന്നില്ലേ അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല അനസുൻ ഫഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമഖാലതിഹി. ആ പറയപ്പെട്ട വാക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് വിവരം കിട്ടി. ഫഅർസല ഇലൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഫജമഅഹും ഫീ ഖുബ്ബത്തിൻ മിൻ അദമിൻ. അവർ അൻസാരികളെ മാത്രം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യിപ്പിച്ചു. വലം യദ്ഉ മഅഹും ഗൈറഹും. അൻസാരികളല്ലാത്ത ആരെയും അതിൽ ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയുണ്ട്. പ്രത്യേകം ക്യാമ്പ് നടത്തൽ ഉണ്ട്, പ്രത്യേക വിഭാഗത്തിന് ക്യാമ്പ് നടത്തൽ ഉണ്ട്. വലം യദ്ഉ മഅഹും ഗൈറഹും ഫലമ്മ ഇജ്തമഉ. അൻസാരികൾ മുഴുവനും വന്നപ്പോൾ ഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എഴുന്നേറ്റു. മാ ഹദീസുൻ ബലഗനി അൻകും. എന്താണ് നിങ്ങളിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞ വാർത്ത? ഖാല ഫഖഹാഉൽ അൻസാർ. അൻസാരികളുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, നേതാക്കൾ പറഞ്ഞു, അമ്മാറു വസൗന. നബി, ഞങ്ങളെ നേതാക്കന്മാർ ഫലം യഖൂലു ശൈഅ. ഒന്നും ഞങ്ങളെ നേതാക്കൾ പറഞ്ഞിട്ടില്ല, വലിയവര് പറഞ്ഞിട്ടില്ല. അമ്മാ നാസു മിന്നാ ഹദീസത്തുൻ അസ്നാനുഹും. ഞങ്ങളെ കൂട്ടത്തിലുള്ള SSFന്റെ കുട്ടികൾ അല്ലെങ്കിൽ SBS-ന്റെ കുട്ടികൾ, അത്തരം കുട്ടികൾ ഫഖാലു യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതി ഖുറൈശൻ വയത്റുകുന വസുയൂഫുന തഖ്തുറു മിൻ ദിമാഇഹിം. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നി യുതി റിജാലൻ ഹദീസി അഹദിൻ ബികുഫ്രിൻ അതഅല്ലഫുഹും. ഞങ്ങളെ കൂട്ടത്തിലുള്ള കുട്ടികൾ, കാര്യവിവരമില്ലാത്ത കുട്ടികൾ പറഞ്ഞു പോയതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അവരെ ഇണക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നു. കാരണം അവർ ഈമാനിലേക്ക് ഇങ്ങ് വന്നിട്ടേ ഉള്ളൂ, ഒന്ന് ഉറക്കട്ടെ എന്ന നിലക്ക് അവരെ ഞാൻ പരിഗണിക്കുന്നു. അമാ തർലൗന അൻ യദ്ഹബൻ നാസ് ബിൽ അംവാൽ വതദ്ഹബൂന ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി ഇലാ റിഹാലികും. അവരൊക്കെ മുതലും കൊണ്ടുപോയി, ഞാൻ നിങ്ങളെ കൂടെ മദീനയിൽ തന്നെ അല്ലേ ഉള്ളത്? നിങ്ങൾക്ക് മുതലോ വേണ്ടത്, ഞാനോ വേണ്ടത്? നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞാനോ നിങ്ങൾക്ക് വേണ്ടത് പണമോ വേണ്ടത്?
അപ്പോഴാ സഹാബത്ത് ഖദ് റദീനാ ഫവല്ലാഹി ലമാ തൻഖലിബൂന ബിഹി ഖൈറും മിമ്മാ യൻഖലിബൂന ബിഹി ഖാലു യാ റസൂലല്ലാഹ് ഖദ് റദീനാ. അവരെല്ലാവർക്കും തൃപ്തിയായിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരാളോ അല്പം ആളുകളോ എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാൽ തന്നെ പിന്നെ അവരെ പറ്റി അക്കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിമർശിക്കല്ല വേണ്ടത്. അവരെ വിളിച്ചുകൂട്ടി അവരെ സംശയങ്ങൾ തീർത്ത് അവരെ മനസ്സും കൂടി സംസ്കരിക്കാനാണ് നാം ശ്രദ്ധ ചെലുത്തേണ്ടത്. ഞാൻ നിർത്തട്ടെ. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. വ്യക്തികളെ പേരെടുത്ത് ഒരിക്കലും മഹല്ലത്തുകളിൽ നിന്ന് സംസാരിക്കരുത്. മറിച്ച് മാ ബാലു അഖ്വാമിൻ എന്ന ശൈലി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതും അദ്ദേഹത്തെ പ്രത്യേകം സൂചിപ്പിക്കുകയാണെന്ന് തോന്നരുത്. മൂർച്ഛമുള്ള വാചകങ്ങൾക്ക് പകരം ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഒരു ചാൻസും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ വെച്ച് സ്വപ്ന വ്യാഖ്യാനം അറിയാൻ വന്നവരോട് പ്രബോധന പ്രവർത്തനം നടത്തിയത് സൂറത്ത് യൂസുഫിൽ നാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ അമുസ്ലിങ്ങളിൽ പ്രബോധനം നടത്തണം. ആ പ്രബോധനത്തിന്റെ ശൈലി എന്താണ്? അത് മാലിക് ഇബ്നു ദീനാറിന്റെ ശൈലി ആയിരിക്കണം. മാലിക് ഇബ്നു ദീനാറിന്റെ ശൈലി ഉന്നതമായ ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തതാണ്. അപ്പോഴാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. വാളെടുത്ത ശൈലിയല്ല, കുന്തമുണ്ടായ ശൈലിയല്ല. മാലിക് ഇബ്നു ദീനാർ കാണിച്ച ശൈലി മാതൃകാപരമായ ജീവിതം. അപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ താനെ ആകർഷ്ടരായി വരും. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു الناس ഹത്താ യകൂനു മുഅ്മിനീൻ. എല്ലാവരെയും മുഅ്മിനീങ്ങളാക്കുക എന്നത് നമുക്ക് കഴിയുന്ന വിഷയമല്ല. ആരെയും നിർബന്ധിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ മാതൃകാപരമായ ജീവിതം നയിക്കുമ്പോൾ ആളുകൾ സ്വമേധയാ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അദ്ദഅവത്തു താമ്മ, അത് ബാങ്കാണ്. ബാങ്ക് പോലെ ഒരു താമായ ദഅവത്തില്ല. ഇശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രകോപനമുണ്ടാകാത്ത ശൈലിയിൽ വിഷയം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കുക. പരസ്യമായും ജിഹാറൻ, അതേ ലൈലൻ വനഹാറൻ, അതേ സിർറൻ വ അലാനിയ. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ദഅൗതുഹും, രാത്രിയും പകലും, അതുപോലെ സിർറൻ വജഹറൻ, അതുപോലെ രഹസ്യവും പരസ്യവും, മുഴുവനും പ്രബോധനമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആരെയും നിന്ദിക്കരുത്. ഒരാൾ ബഹുമാനിക്കുന്നത് നിന്ദതയുള്ളതാണെങ്കിലും നിന്ദിക്കരുത്. അതിനെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് നമ്മൾ കാണണം. അതാണ് വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. പ്രകോപനത്തിന് കാരണമാകുന്ന വിധത്തിൽ പ്രബോധനം ആയി പോകാൻ പാടില്ല. അതുപോലെ നമ്മളെപ്പോഴും നന്ദി, നേരത്തെ നമ്മളോട് നന്മ കാണിച്ചവരോട് നന്ദി എപ്പോഴും കാണിച്ചുകൊണ്ടേ ഇരിക്കണം. മറ്റൊന്ന്, ഒരാളുടെയും ഫിത്തനകൾ കേൾക്കരുത്. ഒരു മഹലിൽ ചെന്നാൽ പലപ്പോഴും ആ മഹലിൽ പലരും തമ്മിൽ തെറ്റുണ്ടാവും. ഒരുത്തം വന്ന് വേറൊരുത്തെ പറ്റി ഫിത്തന പറയും, വേറൊരുത്തം വേറെ ആളെ പറ്റി പറയും. നമ്മൾ അതൊന്നും ചെവിക്കൊള്ളരുത്. അവരെ എല്ലാം നന്നാക്കിയെടുക്കാനാണ് നമ്മൾ ചെന്നത് എന്ന നിലയ്ക്ക് ഒരു പക്ഷം ചേരാത്ത പ്രവർത്തനം ഓരോ മഹല്ലത്തിലും ഓരോ പണ്ഡിതന്മാരും നടത്തണം. ഒരിക്കലും പക്ഷം ചേർന്ന് പോകരുത്. ഞാൻ നീട്ടുന്നില്ല. ഒരു സ്ഥലത്ത് ഒരാളെ ജോലിക്ക് നിർത്തി. അയാൾ ജോലിക്ക് തന്നെയാണ് നിന്ന്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ജോലിക്ക് നിർത്തി. അദ്ദേഹത്തിന് ശമ്പളം കൃത്യമായി കിട്ടിയില്ല. ബാങ്ക് സമയം തെറ്റിപ്പോയി. കാരണം അന്വേഷിച്ചപ്പോൾ ഒരാളോട് പറഞ്ഞു ശമ്പളം കൃത്യം കിട്ടാറില്ല, ബാങ്കും കുറച്ചൊക്കെ മിസ്സായി പോകാറുണ്ട്. ആ രൂപത്തിൽ ഒരു വ്യക്തിയും അധപ്പതിച്ചു പോകാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞതാണ്. ആ രൂപത്തിൽ അധപ്പതിച്ചു പോകാൻ പാടില്ല. എപ്പോഴും മനുഷ്യരെ മയപ്പെടുത്തി നന്നാക്കി ശാഖാപരമായ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രസക്തി നൽകുന്നതിന് പകരം അടിസ്ഥാന വിഷയങ്ങൾക്ക് കൂടുതൽ പ്രസക്തി നൽകി നമ്മുടെ ദീനിന്റെ പ്രചരണമാണ് നമ്മുടെ ഉദ്ദേശമെന്നും അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളെന്നുമുള്ള ബോധത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്കും നമ്മുടെ സഹകാരികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നേതൃത്വം നൽകാൻ നമ്മുടെ നേതാക്കൾക്കും ആലിമീങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.